നമസ്കാരം. സുതാര്യമായ തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ വിജയമാണ്. രൂപം കൊണ്ടതു മുതൽ ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാര്യമായ കറകളൊന്നും പറ്റിയിട്ടില്ല. ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സംവിധാനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുമ്പോഴും തുടരെ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം മുതൽ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണത്തിലെ വർധനയടക്കം ചൂണ്ടിക്കാട്ടി വലിയ അട്ടിമറികൾ നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അസംബന്ധം എന്ന ഒറ്റവാക്കിലാണ് ഈ ആരോപണങ്ങളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്നത്. നിരന്തരം തിരഞ്ഞെടുപ്പുകൾ തോൽക്കുന്ന ആളുടെ ജൽപ്പനങ്ങൾ മാത്രമെന്ന് BJPയും. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ? സൂപ്പർ പ്രൈം ടൈം പരിശോധിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാരി, ശ്രീ KP നൌഷാദ് അലി, ശ്രീ ശങ്കുറ്റി ദാസ്, ഡോക്ടർ G ഗോപകുമാർ, ഒപ്പം തന്നെ ശ്രീ ധന്യ രാജേന്ദ്രൻ. ആദ്യം ശ്രീ PDT ആചാര്യയിലേക്കാണ്. സർ, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇടവേളകളിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ലേഖനമടക്കം അതിൽ അക്കമിട്ട് പറയുന്നത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനമടക്കം അത് ഇഷ്ടപ്പെട്ട അമ്പയർമാരെ തിരഞ്ഞെടുക്കുന്ന നിലയിലാണ്. ഒപ്പം വോട്ടർ പട്ടികയിലെ പെരുപ്പിക്കൽ, ശതമാന കണക്ക് പെരുപ്പിക്കുന്നു. അങ്ങനെ 4-5 പോയിന്റുകളായി തിരിച്ചാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അങ്ങ് ഈ ആരോപണങ്ങളെ എങ്ങനെ കാണും? ശരി, അദ്ദേഹത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. അദ്ദേഹവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആദ്യം അദ്ദേഹത്തിലേക്ക് പോകാമെന്ന് കരുതിയതാണ്. ശരി, ശ്രീ ഗോപകുമാർ, നമുക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായി ഇങ്ങനെയൊരു വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. നിരന്തരം നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞത് മുതൽ തന്നെ ഈ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുന്ന കണക്കുകളിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്തോ ഒരു പെരുപ്പിക്കൽ നടന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നിലയിലൊരു കണക്കാണ്. അത് മഹാരാഷ്ട്രയിലെ കണക്കുമായി ബന്ധപ്പെട്ടാണ്. 5 വർഷം കൊണ്ട് 31 ലക്ഷം വോട്ടർമാർ വർദ്ധിച്ചെങ്കിൽ 4 മാസം കൊണ്ട് അത് 41 ലക്ഷം, അതായത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത്രയും വലിയ വർധന വോട്ടർ പട്ടികയിലുണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ എണ്ണം ഇട്ടുള്ള ആരോപണങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യതയോട് അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താ? ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരോപണമായിട്ട് ഇപ്പോഴും നമുക്ക് കരുതാൻ പറ്റുന്നില്ല. കാരണം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ മെഷീനറി, അതിൻ്റെ പ്രവർത്തനം, ചരിത്രം, പിന്നെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഈ പോളിങ്ങിൻ്റെയും എന്യൂമറേഷൻ്റെയൊക്കെ പ്രവർത്തനം ഞാനിത് അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗവും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലുള്ള ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല അത് വെളിയിൽ വരേണ്ടത്. മാത്രമല്ല, ഇത്രയും പേരെ കബളിപ്പിച്ചുകൊണ്ടൊരു റിസൾട്ട് കൊണ്ടുവരാനും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കത് മുഖവുര എന്നുള്ള നിലയിൽ പറയുന്നത്. ഈ ആരോപണത്തെ സംശയത്തിൻ്റെ രൂപത്തിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഇതിനോട് ഇൻവോൾവ് ചെയ്യുന്ന എന്യൂമറേറ്റേഴ്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇലക്ഷൻ്റെ ഈ ഓരോ പോളിംഗ് സ്റ്റേഷൻ്റെയും ഇലക്ട്രൽ റോളിൽ ഇത്രയും വർധന വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു വ്യത്യാസമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണോ? അതിന് ശരിക്കും ഒരു ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്ന സമയത്തും ഈ പോളിംഗ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അങ്ങനെ ഒരു ആയിരക്കണക്കിന് പോളിംഗ് സ്റ്റേഷനിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ട, 100 കണക്കിന് പോളിംഗ് സ്റ്റേഷനിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി വരും. കാരണം ജനസംഖ്യാ വളർച്ച ഒരുപാടുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഡീലിമിറ്റേഷൻ്റെ ഇഷ്യൂ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനവുള്ള 10 സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്ര തന്നെയാണ്. അതുകൊണ്ട് വോട്ടർ വർധനവ് ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ആരോപണങ്ങളുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഉത്തരം പറയണം, സംശയമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിനൊരു മറുപടി വരേണ്ടതാണ്. ആ മറുപടിയിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ശരി, ശ്രീ PDT ആചാരി വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PDT ആചാരി, വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനുള്ള പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നു. അസംബന്ധമായ ആരോപണങ്ങളാണ്. 2024 ഡിസംബറിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൻ്റെ തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. വിവരങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട്. വീണ്ടും ഇത് തുടരുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒരു സംവിധാനത്തെ അപമാനിക്കുന്നതിന് തുല്യം എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളോട്, വിമർശനങ്ങളോടുള്ള അങ്ങയുടെ പ്രതികരണം?
രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. ഈ കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. എന്നാൽ നമ്മൾ ഈ പേപ്പർ വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്, അതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ഓർഡിനറി ഒരു സിറ്റിസൺ എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹം ലോക്സഭയിലെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ കൂടിയാണ്. അപ്പം നാച്ചുറലി അദ്ദേഹം കൂടെ ഈ കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പുച്ഛിച്ച് തള്ളാൻ പറ്റില്ല. അതിൽ അന്വേഷിക്കണം. നമുക്കറിയത്തില്ലല്ലോ ഫാക്ട്സ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ 5 വർഷത്തിനിടയ്ക്ക് 31 ലക്ഷം ആളുകളുടെ വർധന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5 മാസം കൊണ്ട് 41 ലക്ഷമായി എന്ന് പറയുന്നു. ഇതൊക്കെ ഫാക്ട്സ് കൊണ്ട് വെരിഫൈ ചെയ്യാവുന്ന സംഗതികളാണ്. അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇലക്ഷൻ കമ്മീഷന് കൗണ്ടർ ചെയ്യാൻ വയ്യാത്തതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ നാട്ടിൽ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ബാധ്യത ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ക്രെഡൻഷ്യൽസ് നമ്മൾ പരിശോധിച്ചാൽ തുടങ്ങിയപ്പോൾ മുതൽ 1952 ഇലക്ഷൻസ് മുതൽ ഇങ്ങോട്ട് എല്ലാ ഇലക്ഷൻസിലും വളരെ ക്രെഡിറ്റബിൾ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ഒരു ബോഡിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ചില ആരോപണങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ആരോപണങ്ങൾ വയ്ക്കുന്ന ആള് വളരെ സീരിയസ് ആയിട്ട് ഉള്ള ആരോപണങ്ങളെ വയ്ക്കാവൂ. ഫാക്ച്വൽ ആയിട്ടുള്ള ബേസിസ് ഉണ്ടാകും. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊരു ട്രയൽ റൺ പോലെ നടന്നു എന്നതാണ്. അതായത് ഒരു ഫിക്സിംഗ് എന്ന നിലയ്ക്ക് BJPക്ക് സ്വാധീനം കുറവുള്ള സ്ഥലങ്ങളിൽ എന്ന് തോന്നിക്കുന്ന സ്ഥലങ്ങളിൽ BJPക്ക് ജയിക്കാൻ ആവശ്യമായ നിലയിലൊക്കെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ വരുത്തി അത് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പ്രാവർത്തികമാക്കാൻ പോകുന്നു. അങ്ങനെ ഒരു നീണ്ട കാലത്തേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്നൊരു സൂചനയൊക്കെയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. അത്രയുമൊക്കെ ആ ആരോപണങ്ങളിൽ അത് അത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മാത്രം ഒരു തെളിവുകൾ നിരത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? അല്ല, കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം അത് വെക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷനിൽ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. കാരണം എനിക്ക് ഈ പൊളിറ്റിക്സിൽ യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മാതിരിയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിക്കെതിരായിട്ട് ഉയർത്തപ്പെടുന്ന ആരോപണങ്ങൾ അവ സൂക്ഷ്മമായി പരിശോധിക്കുകയും അവയ്ക്ക് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. യാതൊരു വിധമായ ശങ്കയും ഒരു സംശയവും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകാത്ത രീതിയിൽ അതിനുള്ള മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതൊരു കാര്യം. അതിനെക്കുറിച്ച് എനിക്ക് അത്രയും കാര്യമേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം അതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് ഇപ്പം ആ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2024 ഈ നമ്മുടെ ഇലക്ഷൻ റൂൾസ് ഉണ്ട്, ഈ കോണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. അത് ഇലക്ഷനെ സംബന്ധിക്കുന്ന ഇലക്ഷൻ നിയമങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടങ്ങളാണിത്. അപ്പം ഈ ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ വർഷം. അതായത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ടിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഇലക്ട്രോണിക് ഡേറ്റ, CCTV ഫുട്ടേജ്, വീഡിയോഗ്രാഫി എന്നൊക്കെ ഉള്ള സംഗതികളൊക്കെ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നൊരു ഓർഡർ അവർ ഇറക്കിയിരുന്നു. അപ്പോൾ അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് ഒരു അമെൻമെൻറ്റ് വരുത്തി. ഇത് വളരെ ഒരു കാതലായ ഒരു അമെൻമെൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതായത് ഈ റൂൾ 93 യുടെ 2ാമത്തെ സബ് റൂളിൽ വരുത്തിയ ഒരു മാറ്റമാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഡോക്യുമെൻറ്റ്സ് പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. അതൊരു കോർട്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാനാവൂ. ഇപ്പോൾ കൗണ്ടർ ഫോയിൽ, യൂസ്ഡ് ബാലറ്റിൻ്റെ കൗണ്ടർ ഫോയിൽ
അൺയൂസ്ഡ് ബാലറ്റും കൗണ്ടർ ഫോയിലും അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതെല്ലാം കോർട്ടിന്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാനാവുള്ളൂ. അതേസമയത്ത് തന്നെ മറ്റ് പേപ്പേഴ്സ് എല്ലാം പബ്ലിക്കിന് ആക്സസ് ഉണ്ടായിരിക്കണം എന്ന് ഈ റൂൾ 93-ൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഒരു അമെൻമെന്റ് വരുത്തിയിരിക്കുന്നത്. അതർ പേപ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതർ പേപ്പേഴ്സ്, ഓൾ അതർ പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ടേമാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ അതർ പേപ്പേഴ്സ് ഷാൽ ബി ആക്സസിബിൾ ടു ദ പബ്ലിക് എന്ന് പറയുന്നു. അപ്പോൾ അതർ പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ആണ് ഈ അമെൻമെന്റ് വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതർ പേപ്പേഴ്സ് പ്രൊവൈഡഡ് ഫോർ ഇൻ ദി റൂൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഇലക്ട്രോണിക് ഡേറ്റയെ കുറിച്ച് വ്യക്തമായി ഇപ്പൊ CCTV ഫുട്ടേജിന്റെ കാര്യമായാലും വീഡിയോഗ്രാഫി അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തത്. രാത്രിക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങളടക്കം പങ്കുവയ്ക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലായി വന്ന ആവശ്യം. വളരെ നന്ദി ശ്രീ PDT ആചാര്യ. അദ്ദേഹം ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ആദ്യം നമ്മൾ കൂടുതൽ സമയം പോയത്. വളരെ നന്ദി സഹകരിച്ചതിന്. ഇനി ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ അദ്ദേഹം അടക്കം സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു വളരെ രൂക്ഷമായ ആരോപണം വരുമ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതിൽ ഒരു വളരെ സുതാര്യതയോടുകൂടിയുള്ള ഒരു ഉത്തരം വരേണ്ടത്. കമ്മീഷൻ പറയുന്നത് 2024 ഡിസംബറിൽ തന്നെ ഇതിന്റെ വിവരങ്ങൾ നൽകിയതാണ്. പക്ഷേ ഇപ്പോൾ കർണാടകയിലെ വോട്ടർമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന ഒരു വളർച്ച, അത് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5.2 കോടിയാണെങ്കിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 5.37 കോടി. അപ്പോൾ ഒരു സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു വർധനയെന്നേ കണക്കാക്കാൻ കഴിയും. പക്ഷേ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്ന ഈ 5 വർഷത്തെ 31 ലക്ഷവും 4 മാസം കൊണ്ട് 41 ലക്ഷമായി ഉയർന്നു വന്നത്, അതാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. അതിന് എങ്ങനെയാണ് കൃത്യമായി ഒരു മറുപടി? ഇപ്പോൾ JP നഡ്ഡയുടെയൊക്കെ അക്കമിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകൾ നിരന്തരം തോൽക്കുന്ന ആളുടെ ജൽപ്പനങ്ങൾ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ JP നഡ്ഡ പറയുന്നത്. ഞാൻ ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമായ മറുപടി ഒന്നും പറയുന്നില്ല. വെറും വസ്തുതകൾ കൊണ്ട് മാത്രമാണ് മറുപടി പറയുന്നത്. ഞാൻ എന്റെ പാർട്ടിയെയോ അല്ലെങ്കിൽ എന്റെ ആദർശത്തെയോ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നുമില്ല. ഞാനിവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള വസ്തുതകൾ മാത്രം വെച്ച് ഞാൻ സംസാരിക്കാം. ഈ ചർച്ചയുടെ ആദ്യ ഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രാഹുൽ ഗാന്ധി വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം മഹാരാഷ്ട്ര ഇലക്ഷനെ സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇതുവരെയായിട്ടും ആ കാര്യത്തിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ കാര്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന മട്ടിലാണ്. എന്നാൽ നമ്മൾ ബോധപൂർവ്വം വിസ്മരിക്കുന്ന ഒരു സംഗതി, ഈ കാര്യങ്ങൾക്ക് 3 തവണ ഇതിനോടകം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിശദീകരണം നൽകി കഴിഞ്ഞു. ഈ വിശദീകരണങ്ങളൊന്നും കേൾക്കാത്ത മട്ടിൽ തന്റെ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. 2024 നവംബർ 20 മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നത്. 2024 നവംബർ 23 വോട്ടുകൾ കൗണ്ട് ചെയ്യുന്നു. വോട്ടുകൾ കൗണ്ട് ചെയ്തപ്പോൾ BJP കൂടി അംഗമായിട്ടുള്ള മഹായുതി സഖ്യമാണ് ഭരണത്തിൽ വരുന്നത്. BJP ഒറ്റയ്ക്കല്ല. BJP അവിടെ 149 സീറ്റിലാണ് മത്സരിക്കുന്നത്. 132 സീറ്റിൽ 132 സീറ്റിൽ BJP ജയിക്കുന്നു. അതേപോലെ തന്നെ 81 സീറ്റിൽ ശിവസേന ഷിൻഡെ വിഭാഗമുണ്ട്, അവര് 57 സീറ്റിൽ ജയിച്ചു. NCP അജിത് പവാർ പക്ഷം 59 സീറ്റിൽ മത്സരിച്ചു, അവർ 41 സീറ്റിൽ ജയിച്ചു. ഇങ്ങനെ ആകെ മത്സരിച്ച് 286 സീറ്റിൽ 235 സീറ്റിൽ മഹായുതി സഖ്യം ജയിച്ചു. അതേസമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 101 സീറ്റിൽ മത്സരിച്ചു, 16 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. അതേപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം 95 സീറ്റിൽ മത്സരിച്ചു, അവർ 20 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. NCPയുടെ ശരത് പവാർ പക്ഷം 86 സീറ്റിൽ മത്സരിച്ചു, 10 സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. അങ്ങനെ 288 സീറ്റിൽ മത്സരിച്ചപ്പോൾ കേവലം 50 സീറ്റുകളിൽ മാത്രമാണ് ഈ പറയുന്ന മഹാവികാസ് അഘാഡ എന്ന് പറയുന്ന NDA സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധിച്ചു. അതേസമയം BJP കൂടി അംഗമായിട്ടുള്ള മഹായുതി സഖ്യമാവട്ടെ 288 സീറ്റുകളിൽ 235 സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തിൽ ഭരണത്തിൽ ഏറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്നിട്ടാണ് കോൺഗ്രസിന്റെ ആരോപണം വരുന്നത്. അവിടെ ആലോചിക്കേണ്ട കാര്യം, നവംബർ 20 ഇലക്ഷൻ കഴിഞ്ഞു. നവംബർ 23 റിസൾട്ട് വരുന്നത് വരെ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നിർമ്മാണത്തിലോ വോട്ടർമാരെ ചേർത്തതിലോ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചതിലോ എന്തെങ്കിലും പിശക് ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ചിട്ടേ ഇല്ല. 23 റിസൾട്ട് വന്നതിന് ശേഷം തങ്ങൾ വളരെ ദയനീയമായി പരാജയപ്പെടുകയും BJP ഉൾപ്പെട്ടിട്ടുള്ള മഹായുതി സഖ്യം വിജയിക്കുകയും ചെയ്തു എന്ന് വന്നപ്പോഴാണ് ഡിസംബർ 2024 കോൺഗ്രസ് ആദ്യമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഡിസംബർ 2024 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രേഖാമൂലം കൊടുത്ത മറുപടിയിലൂടെ പോയിന്റ് ബൈ പോയിന്റ് റിബട്ടലായിട്ട് 5 പോയിന്റുകളിൽ കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു മറുപടി കൊടുത്തു. അതിനുശേഷം 2025 ഫെബ്രുവരി 5 ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് റിഗ്ഡ് ആണ്, അവിടെ മാച്ച് ഫിക്സിംഗ് നടന്നിട്ടുണ്ട് എന്ന മട്ടിൽ ആരോപണം ഉന്നയിച്ചു.
അത് ഭരണപക്ഷത്തെ അംഗങ്ങളെല്ലാം അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചു. ഈ ഘട്ടത്തിൽ വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുന്നോട്ട് വരികയും അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളിലും, ഇന്ത്യൻ എക്സ്പ്രസിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള മലയാള പത്രങ്ങളിൽ വരെ രാഹുൽ ഗാന്ധിയുടെ ഈ ലേഖനം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു ലേഖനം തയ്യാറാക്കി അത് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും ഒരു ദിവസം പ്രസിദ്ധീകരിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നെ താല്പര്യം? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുക, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലുള്ള, ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള സോറോസ് ഡ്രിവൺ അജണ്ട എന്നൊക്കെ പറയാവുന്ന ഒരു നിലയ്ക്കാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിൽ ഓരോ പോയിന്റിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകളൊന്നും ഉന്നയിക്കാൻ അങ്ങനെ സമ്മതിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി പറയുന്നത് 5 സ്റ്റേജ് റിഗ്ഗിംഗ് നടന്നു, 5 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു. എന്താണ്? ഒന്ന്, ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തി. അതോടുകൂടി ഭരണപക്ഷത്തെ 2 അംഗങ്ങളും പ്രതിപക്ഷത്തെ 1 അംഗവുമായി ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഏകാധിപത്യം വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താണ്? ഫേക്ക് വോട്ടർമാരെ റോളിൽ ചേർത്തു. മൂന്നാമത്തെ എന്താണ്? ഇൻഫിനിറ്റ് വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാക്കി. വോട്ടർ ടേൺ ഔട്ടിനെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് പെരുപ്പിച്ച് കാണിച്ചു. നാലാമത്തത് ടാർഗറ്റിംഗ് ബോഗസ് വോട്ടിംഗ് എക്സാക്ട്ലി യുവർ BJP വാണ്ട്സ് ടു വിൻ. BJPക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ മാത്രം ബോഗസ് വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാക്കി. അഞ്ചാമത്തത് ഹൈഡ് ദ എവിഡൻസ്, തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഓരോന്നിനും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോ മറ്റേ ഫേക്ക് വോട്ടർ എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 5 മാസത്തിൽ 41 ലക്ഷം വോട്ടർമാർ കൂടി എന്ന് പറയുന്നത്. ഇൻഫ്ലേറ്റഡ് വോട്ടർ ടേൺ ഔട്ടിന് വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. അവസാനത്തെ 1 മണിക്കൂറിൽ 7.13% പോളിംഗ് നടന്നു. 76 ലക്ഷം വോട്ടുകൾ ഏതാണ്ട് അവസാനത്തെ 2 മണിക്കൂറിൽ മാത്രം പോൾ ചെയ്തു. ഇത്രയും വോട്ടുകൾ ഒരിക്കലും 2 മണിക്കൂറിൽ പോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ടാർഗറ്റഡ് ബൂത്ത് ക്യാപ്ചറിങ്, അതായത് മൊത്തമുള്ള 88,000 ബൂത്തുകളിൽ 12,000 ബൂത്തുകളിൽ മാത്രം BJPക്ക് വോട്ടുകൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. അവിടെ തന്നെ 10 മണിക്കൂർ വോട്ടെടുപ്പ് നടത്തിയാലും ഇത്രയേറെ വോട്ടുകൾ പോൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഏറ്റവും അവസാനം തെളിവുകൾ നശിപ്പിച്ചു എന്നതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈ പറയുന്ന കോടതി വിധി ഉണ്ടായിട്ടും CCTV ഫുട്ടേജുകൾ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് റൂൾസ് അമെൻഡ് ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നു, ഒന്ന്, മൊത്തം 9,70,90,752 ലിസ്റ്റഡ് വോട്ടർമാരുള്ള തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലേത്. ഇതില് 6,40,87,588 വോട്ടർമാർ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവിടുത്തെ വോട്ടിങ്ങിന്റെ ഒരു നിരക്ക് എന്ന് പറഞ്ഞാൽ 58 ലാഖ്. ഞാൻ ശംഖുവിലേക്ക് തിരികെ വരാം. ഇപ്പോ ആ കാര്യങ്ങൾ വിശദീകരിച്ചു ശ്രീ നൗഷാദ് അലി. ഞാൻ വിശദീകരിച്ചില്ല. ഒരു മിനിറ്റ്. അതിലേക്ക് വരാം. നൗഷാദ് അലിയുടെ ഒരു പ്രതികരണം കൂടി, കാരണം ഇങ്ങനെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതിനിധി കൂടിയാണല്ലോ അദ്ദേഹം. ശ്രീ നൗഷാദ് അലി, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുതൽ വോട്ടർ മെഷീനെതിരായ ആരോപണങ്ങൾ അത് നിരന്തരം തുടരുക, അത് പക്ഷേ കോൺഗ്രസ് ജയിക്കുമ്പോൾ അത്തരം ആരോപണങ്ങൾ ഇല്ലാതിരിക്കുക, അവസാനം കോടതി പോലും നിശ്ചിതമായ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തുന്ന ഘട്ടം വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിശ്വാസ്യത, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൽ ഇങ്ങനെ നിരന്തരം തുടരുക എന്നതിൽ കവിഞ്ഞ് ഇത് കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളുണ്ടോ ഇതിൽ എന്ന് സംശയം തോന്നക്കത്ത വിധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പലതവണ ഇക്കാര്യത്തിൽ അവരുടേതായ വിശദീകരണങ്ങൾ നൽകി. രാഹുൽ ഗാന്ധി പക്ഷേ അത് തുടരുകയാണ്. ഇത് ഒരു വിശ്വാസ്യത കുറവുണ്ടോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഈ കണക്കുകളിൽ അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ എത്രത്തോളം നിൽക്കും? ദിവിഷ്മണി, ഇവിടെ വളരെ ലളിത യുക്തി, ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകാവുന്ന ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, 2019 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8.98 crores ആണ് വോട്ടർമാരുടെ എണ്ണം. അത് 2024 മെയ് മാസം ആയപ്പോൾ 9.29 കോടിയായി. 31 ലക്ഷം വോട്ടർമാർ 5 കൊല്ലം കൊണ്ട് വർദ്ധിച്ചു. എന്നാൽ ഈ മെയ് മാസം 2024 നിന്ന് നവംബർ 2024 പോകുമ്പോൾ അത് 9.7 കോടിയായി വർദ്ധിക്കുകയാണ്. 41 ലക്ഷം പേർ 5 മാസം കൊണ്ട് വർദ്ധിക്കുന്നു. തൊട്ടു മുമ്പ് 5 വർഷം കൊണ്ട് 31 ലക്ഷമേ വർദ്ധിച്ചിട്ടുള്ളൂ. അതൊരു കണക്ക്. രണ്ടാമതൊരു കണക്ക്, 9.957 കോടി 18 വയസ്സായ ആളുകളുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തൊരു സംസ്ഥാനത്താണ് 9.7 കോടി പേര് ഈ പറഞ്ഞ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. മൂന്നാമതായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിറകിലോട്ട് പോയ 85 പാർലമെന്റ് അസംബ്ലി മണ്ഡലങ്ങളിലെ 12,000-ൽ പരം വരുന്ന ബൂത്തിലാണ് ഈ പറഞ്ഞ കൂടിയ വോട്ടിന്റെ 95% പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 7 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
ഒരു സംഖ്യ പറയുന്നു പോളിംഗ് പെർസെന്റേജ് ആയിട്ട്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അത് 8% വർദ്ധിക്കുന്നത്. അത്തരം മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ലേ ശ്രീ നൗഷാദ് അലി? കേരളത്തിൽ തന്നെയാണെങ്കിലും 5 മണി 6 മണിയുള്ള കണക്കല്ലല്ലോ, അത് കണക്കൂട്ടി വരുമ്പോൾ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത് ആയിക്കോട്ടെ അല്ല ദിബീഷ് മണി, ആയിക്കോട്ടെ ദിബീഷ് മണി, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുണയുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ ധീരമായിട്ട് അവർ മുന്നോട്ട് വരണം. അവരോട് കോടതി CCTV ഫൂട്ടേജും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ 961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട നിയമത്തിന്റെ 93(2)A കേന്ദ്ര സർക്കാർ എന്തിന് ഭേദഗതി ചെയ്തു? ഈ പറഞ്ഞ പുതിയ വോട്ടർമാരുടെ ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക, പോൾ ചെയ്ത വോട്ടർമാരുടെ വോട്ടർ പട്ടിക ഹാജരാക്കാൻ പറയുമ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകാതിരിക്കുന്നു? ഒരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതിയായിരുന്നു. അതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താൻ എന്തിന് ഇവർ അമെന്റ്മെന്റ് കൊണ്ടുവന്നു? BJPയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറഞ്ഞ യുവമോർച്ച, ABVP, മഹിളാ മോർച്ച എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു പോഷക സംഘടനയാക്കിയിട്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടുന്നതിന്റെ പച്ചയായ ലളിതമായ വലിയ തുറന്നുകാട്ടലുകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സരളമായി മനസ്സിലാകുന്ന വലിയ തട്ടിപ്പുകളാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ ഈ നിയമ നടപടികൾ, കോടതി നടപടികൾ നേരിടുന്ന വേളയിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് 961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട നിയമം ഭേദഗതി ചെയ്തു എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇവരുടെ കറുത്ത കൈകൾ വ്യക്തമാകും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മംഗല്യസൂത്രം പൊട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇൻഫിൽട്രേറ്റ്സിന്, അതുപോലെ കൂടുതൽ മക്കളുള്ള ആളുകൾക്ക് എല്ലാ സമ്പത്തും വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അമിത്ഷാ പറയുന്നു റമദാൻ മാസത്തിൽ മാത്രമാണ് ഇവിടെ വൈദ്യുതി ഉള്ളത് എന്ന് UP-യിൽ ചെന്ന് പറയുന്നു. രാമന്റെ അനുകൂലിക്കുന്ന രാമന്റെ വിരോധികളുടെയും യുദ്ധമാണ് എന്ന് ഇത്തരം കണക്കുകളെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്ന ആൾ കൂടിയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരം ആരോപണങ്ങൾ തുടരുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതേ ഗൗരവത്തോടെ എല്ലാവരും സ്വീകരിക്കുന്നു. സർക്കാരാകട്ടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ അതിന് ഉചിതമായ മറുപടികൾ നൽകുകയുമാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളമാണ് ഒരു വസ്തുത ബോധ്യപ്പെടുന്നത്? ഇത്തരത്തിൽ ഒരു നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ പോലും ഡീലിമിറ്റേഷൻ വരുമ്പോൾ പോലും ചില വാർഡുകൾ ഇല്ലാതാകുന്നു. അതായത് ഒരു പാർട്ടി ജയിക്കുമെന്ന് ഉറപ്പുള്ള വാർഡുകൾ സ്പ്ലിറ്റ് ചെയ്ത് മറ്റു പാർട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടേതായ സൗകര്യങ്ങളിലേക്ക് വാർഡുകൾ പോലും പോകുന്നത് അതൊക്കെ നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വേണ്ട വിധത്തിൽ വോട്ടർമാരെ കൃത്യമായി അവരുടെ വോട്ടർമാരെ ചേർത്തുകൊണ്ട് ഒരു വളരെ സംഘടനാഭാവത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കാണണോ ഈ വോട്ടർമാരുടെ പട്ടികയിലെ വർധന? അതോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം വോട്ട് ഫിക്സിംഗ് ഒക്കെ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കണം? രാഹുൽ ഗാന്ധി ഇത് പുതുതായി നടത്തിയൊരു ആരോപണമല്ല. മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം എല്ലാ കോൺഗ്രസും മറ്റു ഓപ്പോസിഷൻ പാർട്ടീസ്, അതായത് ഉദ്ധവ് ഠാക്കറെയുടെ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇത് കുറെ മാസങ്ങളെ പറഞ്ഞു വരികയാണ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് വോട്ടർ പട്ടികയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായതെന്ന്. ഇതിന് കൃത്യമായ ഒരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈയിടെയായിട്ട് ഒരു മറുപടി മാത്രം കൊടുത്തിരിക്കുന്നത് എപ്പിക് നമ്പേഴ്സ്, അതായത് ഈ വോട്ടർ ഐഡിയിലുള്ള എപ്പിക് നമ്പേഴ്സ് പല ഭാഗത്തും ഡ്യൂപ്ലിക്കേറ്റഡ് ആയി എന്ന് തൃണമൂൽ കോൺഗ്രസ് ഒരു അലിഗേഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഒരു അനോണിമസ് കോട്ട് PTI പബ്ലിഷ് ചെയ്ത് ഇന്ത്യയിലെ പല ന്യൂസ് പേപ്പേഴ്സും ഈയിടെ പബ്ലിഷ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അതല്ലാതെ ഒരു ഔദ്യോഗികമായ റിയാക്ഷൻസ് പലപ്പോഴും ഇലക്ഷൻ കമ്മീഷന് വരാറില്ല. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞത് എത്ര സത്യമാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാളല്ല. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ, ഫോർ എക്സാമ്പിൾ കർണാടകത്തിൽ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞങ്ങൾ അന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 3 കോൺസ്റ്റിറ്റ്യുവൻസീസ്, ശിവാജി നഗർ, ചിക്പെട്ട്, മഹാദേവ്പുര, ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇലക്ടോറൽ റോൾസ് റിവൈസ് ചെയ്യണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിടുകയുണ്ടായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പ്രൈവറ്റ് ഏജൻസി, BJPയുമായി ബന്ധമുള്ള ഒരു പ്രൈവറ്റ് ഏജൻസി ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ BBMP അവരുമായി ബന്ധപ്പെട്ട് ആളുകളുടെ വീട്ടിലേക്ക് പോയി അവരുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് അവർക്ക് വോട്ട് ചെയ്യാൻ ആരോടാണ് താല്പര്യം എന്ന ഡീറ്റെയിൽസ് എഴുതിയെടുക്കുമായിരുന്നു. അതേസമയം തന്നെ ഒരു കൂട്ടം BJPയിലെ ആൾക്കാർ
ഫോർ എക്സാമ്പിൾ ശിവാജി നഗർ എന്ന് പറയുന്ന ബാംഗ്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 26,000 ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫോം 7 പോലും ഫില്ല് ചെയ്യാതെ, അതായത് ഫോം 7 ആണ് ഡിലീഷന് വേണ്ടി ഫില്ല് ചെയ്യേണ്ട ഫോം, അതുപോലും ഫില്ല് ചെയ്യാതെ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. 26,000 ഫേക്ക് വോട്ടേഴ്സ് ആണ് ശിവാജി നഗറിലുള്ളത്, അവരെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അന്ന് ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിലും ഇലക്ടറൽ റോൾസ് റിവൈസ് ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. തീർച്ചയായും പലയിടങ്ങളിലും പ്രശ്നം നടക്കുന്നുണ്ട്. എത്രയോ റിപ്പോർട്ടിംഗ്, ഇപ്പോൾ സ്ക്രോൾ അല്ലെങ്കിൽ ന്യൂസ് ലോണ്ടറി, ദ വയർ, ഇവരെല്ലാവരും ചെയ്ത ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് പല പല കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നും. ഒന്നുകിൽ ഫേക്ക് വോട്ടേഴ്സിന്റെ എണ്ണം പെട്ടെന്ന് കൂടുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ്, അല്ലെങ്കിൽ ഒരുപാട് ദളിത് മുസ്ലിം വോട്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികൾ. ഇങ്ങനെ പലപ്പോഴായി നമ്മൾ പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നിനും തന്നെ ഒരു കൃത്യമായ ഉത്തരം കിട്ടാറേ ഇല്ല. നമ്മൾ എപ്പോഴും ഇലക്ഷന് ശേഷം EVMസിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മിക്കവാറും ഒരുവിധം അറ്റൻഷൻ അതിനാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന EVMത്തിനെ കുറിച്ചല്ല. ഒരു ഇലക്ഷൻ പ്രോസസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇലക്ടോറൽ റോൾസ് ആണ്. ഈ ഇലക്ടോറൽ റോൾസിൽ കൃത്രിമമായി അതിനെ ശരിക്കും ഇമ്പാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പല മാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പോലും അതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും സംസാരിക്കുന്നേയില്ല. അവരും എപ്പോഴും EVMനെ കുറിച്ചും VVPAറ്റിനെ കുറിച്ചും മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ശരി, നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം വേഗത്തിൽ. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ധന്യരാജേന്ദ്രൻ സൂചിപ്പിച്ച പോലെ പലയിടങ്ങളിലും ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലൊക്കെ കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഓരോ വാർഡ് തിരിച്ചും ബൂത്ത് തിരിച്ചുമുള്ള ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഓരോ പാർട്ടിയും, കാരണം അവരുടെ വോട്ട് ഉറപ്പിക്കണം എന്നതുകൊണ്ട് അവർക്ക് കിട്ടാത്ത വേറെ ഇടത്തുനിന്ന് വരുന്ന ഒരു വോട്ട് പോലും അവിടെ ഉണ്ടാകുന്ന അത്ര നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് കേരളത്തിൽ പൊതുവെ എല്ലാവരും ഇതിനോട് സമീപിക്കുന്നത്. അതുകൊണ്ട് വളരെ ഏറെക്കുറെ കൃത്യതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും പാർട്ടികളുടെ ഒരു ശക്തിക്കനുസരിച്ച് അത് നടക്കും. പക്ഷേ ഇത്രയ്ക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പോലെ ഇത്ര ലക്ഷക്കണക്കിന് വോട്ടുകൾ അല്ലെങ്കിൽ ഇത്ര 10-12,000 ബൂത്തുകളൊക്കെ കേന്ദ്രീകരിച്ച് ഓരോ ബൂത്തിലും 600ഓളം വോട്ടുകൾ ഉയർത്തുന്ന നിലയ്ക്കൊക്കെ അങ്ങനെ ഒരു പാർട്ടിക്ക് ഇടപെടാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനമാണിത് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാനത് അതിന് എക്സ്പ്ലനേഷൻ നൽകാം. ഒന്ന്, ഈ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുവേ ജാഗ്രത പാലിക്കുന്നവരാണ്. ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പോലും പ്രതിപക്ഷ മുന്നണിയായാലും ഭരണമുന്നണിയായാലും അവരുടേതായൊരു മെഷീനറി ഇത് വാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. സൂക്ഷ്മതലത്തിൽ, മൈക്രോ തലത്തിൽ പാർട്ടികൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കേരളത്തിൽ വളരെ വേഗം ചെയ്യും, കാരണം ചെറിയൊരു സംസ്ഥാനമായതുകൊണ്ട് ഇത് പറ്റും. പക്ഷേ മഹാരാഷ്ട്ര വലിയൊരു സ്റ്റേറ്റാണ്. എന്നാൽ പോലും ഒരു ബൂത്ത്, ആ ബൂത്തിനകത്തുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ നോക്കുമ്പോൾ, ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അല്ലല്ലോ ഇലക്ടറൽ റോൾ പ്രസിദ്ധീകരിക്കുന്നത്. ഈ പ്രസിദ്ധീകരിച്ച ഇലക്ടറൽ റോൾ പബ്ലിക്കിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുള്ളപ്പോൾ അന്നൊന്നും വരാത്തൊരു പരാതിയാണ് പിൽക്കാലത്ത് വന്നിരിക്കുന്നത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ 600 വോട്ട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കണക്കാണ്. അത് ശരിയാണെങ്കിൽ അത് വല്ലാത്തൊരു കണക്കാണ്. പക്ഷേ എന്തുകൊണ്ടത് അന്ന് ചോദ്യം ചെയ്തില്ല എന്നുള്ള ഒരു വലിയൊരു ചോദ്യം. ആ മെഷീനറിയുടെ പ്രവർത്തനം മറ്റു പാർട്ടികൾ ശ്രദ്ധിക്കാതിരുന്നാണോ, അവരുടെ ഓവർസൈറ്റാണോ, അതോ ഈ ആരോപണത്തിന് കഴമ്പില്ലേ? മറ്റൊരു കാര്യം എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്, ഈ പോളിംഗ് ശതമാനത്തിൽ 5 മണിക്ക് ശേഷം 7% അത് ആ ചോദ്യത്തിനകത്തൊരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് ഞാനും ജോലി ഉള്ള സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രിസൈഡിങ് ഓഫീസറായിട്ടും മറ്റുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടറിയാം ഈ 5 മണിക്ക് എടുക്കുന്ന വോട്ടിംഗ് ശതമാനം ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ഒന്നാമത് ഓരോ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഈ 4 മണി കഴിഞ്ഞുള്ള അവസാനത്തെ 1 മണിക്കൂർ വളരെ ജഡിതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പോളിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുറത്ത് പലർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു വോട്ടിംഗ് ശതമാനം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഉദ്ദേശം വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ് 6 മണി വരെയോ 7 മണി വരെയോ ആരുടെ കയ്യിലൊക്കെ സ്ലിപ്പുണ്ടോ അതെല്ലാം വോട്ട് ചെയ്താലേ അവസാനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് ആദ്യമായിട്ടല്ല, പലപ്പോഴും നമുക്ക് കേരളത്തിൽ പോലും പോളിംഗ് ശതമാനം ഇപ്പോൾ കേരളത്തിൽ 75.23 എന്നാണെങ്കിൽ പിറ്റേ ദിവസം വരുന്ന കണക്ക്, ഇലക്ഷൻ കമ്മീഷൻ വരുന്ന കണക്ക് തീർച്ചയായിട്ടും ഒരു 1% വ്യത്യാസമെങ്കിലും കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ ഇത്രയും വർക്ക് ചെയ്തു എന്ന് പറയുന്നത് അത് എത്രത്തോളം ആധികാരികമാണ് ആ ആരോപണം എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ നമ്മളെപ്പോലത്തെ ഇത്രയും വലിയൊരു വൈവിധ്യതയുള്ള രാജ്യത്ത്, ജനസംഖ്യ വളരെ വർദ്ധിക്കുന്ന രാജ്യത്ത് പാർട്ടികളുടെ മെഷീനറി ഇത് പ്രവർത്തിക്കാൻ പാർട്ടികളെ മാത്രമേ നമുക്കിതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് സന്നദ്ധ സംഘടനകളെ ഒന്നും പറ്റില്ല. പക്ഷേ അവിടെ ഈ പാർട്ടികൾ എന്തുകൊണ്ട് അന്നിങ്ങനെ ഒരു ആരോപണം വന്നില്ല? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസമെങ്കിലും പറയാമായിരുന്നു.
കുറച്ച് കഴിഞ്ഞെങ്കിലും പറയാം. കുറേ വൈകിയുള്ള ആരോപണം, ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ നേരത്തെ ഇലക്ട്രോണിക് മെഷീൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് പോലെ ഈ ഒരു ആരോപണം ഇങ്ങനെ വരികയാണെങ്കിൽ, കാരണം ഇലക്ട്രൽ റോൾ എന്ന് പറയുന്നൊരു ഫാക്ടറാണ്, അതിനകത്ത് ന്യൂനതകൾ ഉണ്ടായിരിക്കാം, ഇല്ല പെർഫെക്റ്റ്, ചിലപ്പോൾ നിങ്ങളുടെ പേര് 2 ബൂത്തിൽ കണ്ടേക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. അത് കണ്ടുപിടിച്ച് മാറ്റേണ്ട പാർട്ടികളുടെ ജോലിയാണ്. പക്ഷേ ഒരു 600 പേരൊക്കെ ഒരു ബൂത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പ്രതിഭാസമാണ്. അത് എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ളത് സംശയമാണ്. ശരി ശരി ശങ്കുറ്റി ദാസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള കാര്യം കൂടി ചേർക്കാം. ഒപ്പം ഇപ്പോൾ ധന്യ സൂചിപ്പിച്ച വിഷയമുണ്ട്, ബംഗളൂരിലടക്കം അങ്ങനെ വലിയ തോതിൽ ഒരു ക്രമക്കേട് നടന്നു. അത് BJPയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സംഘടനകൾ NGOകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആരോപണം, അതിലെ അന്വേഷണത്തെക്കുറിച്ചാണ് ധന്യ രാജേന്ദ്രൻ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ചില വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടൊക്കെ നിൽക്കുന്നു. അതിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ വേണ്ടതാണ്. ആ ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ ആ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കുന്ന നിലയിൽ ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള സമീപനങ്ങളിൽ നിന്ന് തോന്നുന്നുണ്ടോ? ധന്യ പറഞ്ഞതിലെ ക്രമക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ധന്യ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ കാര്യം അവർക്ക് പറയാൻ സാധിക്കില്ല. അവർക്ക് കർണാടകയിൽ ചില ക്രമക്കേടുകൾ. അല്ല, കർണാടകയിലെ കാര്യം സൂചിപ്പിച്ചാണ്. ശരി, കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്, BJP അല്ല. കോൺഗ്രസ് ആധികാരികമായി ജയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ. അവിടെ കോൺഗ്രസിന്റെ സർക്കാരാണ് ഭരണത്തിലുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ BJPയുമായി ബന്ധപ്പെട്ട സംഘടനകൾ വീടുകളിൽ കയറി ഇറങ്ങി വോട്ടർമാരുടെ വിവരങ്ങൾ സമാഹരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാനും, ഇനിയിപ്പോ ആ ഭാഗത്തുള്ള വോട്ടർ അല്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന വോട്ടല്ല എങ്കിൽ അവരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യിക്കാനും ഒക്കെ രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഈ നാട്ടിൽ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട സമയമായിരുന്നു ഏപ്രിൽ 4-ാം തീയതി വരെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാരെ പരമാവധി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഒന്നും നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നടക്കുന്നല്ല. ഇതിനൊക്കെ രാജ്യത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണെങ്കിലും നടന്നിട്ടുള്ളത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഓഫ് 1950, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് ഓഫ് 1960 എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. ഈ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് ഓഫ് 1960 കൃത്യമായി പറയുന്നുണ്ട്, ഓരോ വർഷവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപായിട്ടെങ്കിലും ഒരു സ്പെഷ്യൽ സമ്മറി റിവിഷൻ ഓഫ് ഇലക്ടറൽ റോള് നടത്തിയിരിക്കണം. അവിടെയുള്ള ഇലക്ട്രൽ റോള് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതേ ഇലക്ട്രൽ റോൾ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്തണം. ആ റിവിഷന്റെ അടിസ്ഥാനത്തിൽ പുതുതായി തയ്യാറാക്കുന്ന ഇലക്ട്രൽ റോള് എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും, സ്റ്റേറ്റ് പാർട്ടികൾക്കും നാഷണൽ പാർട്ടികൾക്കും ഈ ഇലക്ട്രൽ റോളിന്റെ കോപ്പികൾ കൊടുത്തിരിക്കണം. ഈ ഇലക്ട്രൽ റോളിൽ സ്ക്രൂട്ടിനി നടത്താനുള്ള അധികാരം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഇലക്ട്രൽ റോളിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് അപ്പലന്റ് അതോറിറ്റി ആയിട്ട് റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടറും അതിന്റെ സെക്കൻഡ് അപ്പലന്റ് അതോറിറ്റി ആയിട്ട് ചീഫ് ഇലക്ഷൻ ഓഫീസറും ഉണ്ട്. അപ്പൊ മഹാരാഷ്ട്രയിലും സമാനമായിട്ടുള്ള ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഇലക്ട്രൽ റോൾ തയ്യാറാക്കുന്ന സമയത്ത് BLAമാരെ അപ്പോയിന്റ് ചെയ്യുക, ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അവിടെ 1,427 പോളിംഗ് ബൂത്തുകളിലായിട്ട് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറായിട്ട് 97,325 BLAമാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ 1,03,727 BLAമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് 27,099 പേരാണ്. ഒരു പോളിംഗ് ബൂത്തിൽ പോലും കോൺഗ്രസിന് പോളിംഗ് ഏജന്റ് ഇല്ലാതിരുന്നിട്ടില്ല. ഈ പറയുന്ന ഇലക്ട്രൽ റോള് കോൺഗ്രസിന് വളരെ മുൻപേ കിട്ടിയിട്ടുള്ളതാണ്. ഇവരുടെ എല്ലാ സൂക്ഷ്മ പരിശോധനകളും നടന്നിട്ടുണ്ട്. എന്നിട്ട് എത്ര അപ്പീലാണ് ഉണ്ടായിട്ടുള്ളത്? ആകെ 9,79,90,752 പേര് വോട്ടർ പട്ടികയിൽ ഉള്ളതിൽ 89 പേർക്കെതിരെ മാത്രമാണ് ഫസ്റ്റ് അപ്പീൽ വന്നിട്ടുള്ളത്. സെക്കൻഡ് അപ്പീൽ ഉണ്ടായിട്ടുള്ളത് ഒരൊറ്റ കേസിൽ മാത്രമാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഈ പറയുന്ന ഇലക്ട്രൽ റോളിനെ സംബന്ധിച്ച് ഈ പാർട്ടികൾക്കൊന്നും യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. നവംബർ 23-ാം തീയതി റിസൾട്ട് വരുന്നത് വരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള എക്സിറ്റ് പോളുകൾ ഇവരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ വിജയാഹ്ലാദം പ്രകടിപ്പിക്കുന്നത് വരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു അലിഗേഷൻസും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷമാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ വോട്ടർ ടേൺ ഔട്ടിലുള്ള അപാകതയെ സംബന്ധിച്ച് പറഞ്ഞാൽ, അതായത് മഹാരാഷ്ട്ര പോലെ ഇത്രയും ജനനിബിഡമായിട്ടുള്ള ഒരു സംസ്ഥാനം, ഏതാണ്ട് 16 കോടി ആൾക്കാർ ഉള്ള ഒരു സംസ്ഥാനമാണ്, ഇന്ത്യയിലെ തന്നെ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. മാത്രമല്ല ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണ്, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശമാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കായിട്ടും കച്ചവടത്തിനായിട്ടും ആളുകൾ വരികയും ഓരോ വർഷവും ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. അങ്ങനെ മഹാരാഷ്ട്ര പോലത്തെ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് എല്ലാവരും വാശിയോടുകൂടി ഇലക്ട്രൽ റോളിൽ ആളുകളെ ചേർത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 41 ലക്ഷം വോട്ടർമാർ വർദ്ധിച്ചതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്? മാത്രമല്ല ഈ വോട്ടർ ടേൺ ഔട്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ
58 ലക്ഷം വോട്ട് പെർ അവർ എന്നുള്ള നിരക്കാണ് അവിടെ വോട്ടുകൾ നടന്നിട്ടുള്ളത്. 6,40,87,000 വോട്ടുകൾ 7 മണി തൊട്ട് 6 മണി വരെ പോൾ ചെയ്തപ്പോൾ 1 മണിക്കൂറിൽ ഏതാണ്ട് 58 ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിൽ 116 ലക്ഷം വോട്ട് പോൾ ചെയ്യാം. എന്നാൽ അവസാനത്തെ 2 മണിക്കൂറിൽ ആകെ 65 ലക്ഷം വോട്ട് മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ. സാധാരണ ഏത് തെരഞ്ഞെടുപ്പിലും അവസാനത്തെ 2 മണിക്കൂറിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുക. എന്നാൽ മഹാരാഷ്ട്രയുടെ അവർലി ആവറേജ് വെച്ച് നോക്കിയാൽ പോലും അവിടെ ഉണ്ടായിട്ടുള്ള 65 ലക്ഷം വോട്ട് അവസാനത്തെ 2 അവറിൽ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടൊരു കണക്ക് മാത്രമാണ്. ഇനി അടുത്തത്, ഈ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതിൽ സർക്കാർ എന്തുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ മാറ്റി? രാഷ്ട്രീയ തീരുമാനമാണ്. ഇത്രയും കാലം എങ്ങനെ ഇവിടെ ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തിരുന്നത്? 1950 മുതൽ 1989 വരെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യായിരുന്നു. വേറൊരാൾക്കും, പ്രതിപക്ഷ നേതാവിന് പോലും ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഒരു സിംഗിൾ മെമ്പർ ഇലക്ഷൻ കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. അന്ന് ആരാണോ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി പറയും, അതിനനുസരിച്ച് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യും. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് TM ശേഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ ഇവരുടെ വരുതിക്ക് നിൽക്കാതായപ്പോ ഒരൊറ്റ സുപ്രഭാതത്തിൽ 1 അംഗ ഇലക്ഷൻ കമ്മീഷനെ മാറ്റിയിട്ട് 3 അംഗ ഇലക്ഷൻ കമ്മീഷനാക്കിയത്. ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ അതേ അധികാരത്തോടു കൂടി 2 ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി വെച്ചുകൊണ്ട് ഈ TM ശേഷനെ ഇടത്തും വലത്തുമായിട്ട് കൂച്ചുവേല കേട്ടത്. അതിനുശേഷം 1993 ഇതിനൊക്കെ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായത്. 2015 ലോ കമ്മീഷനോട് നിർദ്ദേശം പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പാനൽ ഉണ്ടാക്കേണ്ടതെന്ന്. എന്നാൽ അതിന്റെ മുകളിൽ ഒരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഉണ്ടായി. 2023 സുപ്രീം കോടതി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാനുള്ള പാനലിൽ ജുഡീഷ്യൽ റെപ്രസെന്റേഷൻ നിർബന്ധമായിട്ട് വേണം. രാഷ്ട്രീയ പാർട്ടികൾക്കോ പറയുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ മാത്രമായിട്ട് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ജുഡീഷ്യറിയിൽ നിന്നുള്ള അംഗം വേണമെന്ന്. ഗവൺമെന്റ് സമ്മതിച്ചില്ല. ഈ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ ജഡ്ജിമാരല്ലാത്ത വേറൊരാളെ ഇവർ അനുവദിക്കാറില്ല. ലോകത്ത് ജഡ്ജിമാർ തന്നെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുന്ന വിചിത്രമായിട്ടുള്ള സിസ്റ്റം ഇന്ത്യയിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് വേണ്ടി 3 ജഡ്ജസ് കേസ് എന്ന് പറയുന്ന കേസിലൂടെ സുപ്രീം കോടതി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവരെ നിയമിക്കുന്ന കാര്യത്തിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല. രാജ്യത്ത് നടക്കുന്ന ബാക്കി എല്ലാ അപ്പോയിന്റ്മെന്റിലും സുപ്രീം കോടതിയുടെ കൂടി ഒരു പ്രതിനിധി വേണമെന്നുള്ള അഭിപ്രായത്തിൽ ബാധിച്ചിട്ടില്ല. ആ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ല. ഇവിടെ നടന്നു വരുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ആ പ്രക്രിയക്ക് അടിസ്ഥാനത്തിലാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ എന്തോ CCTV ഫുട്ടേജ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ റൂൾസ് അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ CCTV ഫുട്ടേജുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള പഞ്ചാബ് ആൻഡ് ഹരിയാന കോടതിയുടെ വിധി മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. അത് ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഹരിയാന ഇലക്ഷനിൽ ഒരു സ്വതന്ത്രനായിട്ടുള്ള സ്ഥാനാർത്ഥി താൻ മത്സരിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തിലുള്ള എല്ലാ CCTV ഫുട്ടേജും വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അവിടെ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ള അമെന്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ 93(2)A പറഞ്ഞിരുന്നത് ഓൾ പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു ദ ഇലക്ഷൻ ഷാൽ ബി ഓപ്പൺ ടു പബ്ലിക് ഇൻസ്പെക്ഷൻ എന്നാണ്. ഈ 1960 ഈ നിയമം വരുന്ന സമയത്ത് ഈ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് CCTV ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റിയിട്ട് ഈ റൂളിൽ സവിശേഷമായിട്ട് ഒന്നും പറയുന്നില്ല. ഈ റൂളിൽ ഓൾ പേപ്പേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പറും ആർക്ക് വേണമെങ്കിലും. അതാണ് നേരത്തെ ശ്രീ PDT ആചാരി സൂചിപ്പിച്ചത്. ഓൾ പേപ്പേഴ്സ് എന്ന ആ പ്രയോഗത്തിൽ ഉള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ശരി, മുഴുമിച്ചു പറയൂ. ഇപ്പൊ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞ എന്താണ്, ഈ ഓൾ പേപ്പേഴ്സ് എന്ന് പറഞ്ഞതിനുള്ളിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സും CCTV ഫുട്ടേജും ഉൾപ്പെടുമെന്നാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്ന ചെലവ്, അത് കഴിഞ്ഞ് ആൾക്കാർക്ക് വിശദീകരണം ബോധിപ്പിക്കാൻ വേണ്ടി വരും. ഓരോരുത്തരും ഇലക്ഷൻ കമ്മീഷനോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും CCTV ഫുട്ടേജ്, എല്ലാവർക്കും വീഡിയോ റെക്കോർഡിംഗ്സ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഗവൺമെന്റിനോട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ കാര്യം സവിശേഷമായിട്ട് നിയമത്തിൽ പറയണം, മറ്റ് പേപ്പറുകളുടെ കാര്യം സവിശേഷമായി പറയണം. അപ്പൊ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള അമെന്റ്മെന്റ് എന്താ വെച്ചാൽ ഓൾ പേപ്പേഴ്സ് എന്നത് മാറ്റിയിട്ട് ഓൾ പേപ്പേഴ്സ് എന്താണ് സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ് എന്നാക്കി. അതായത് ചട്ടത്തിൽ പ്രസ്താവിക്കുന്ന പേപ്പറുകൾ എന്നാക്കി. അതായത് ഈ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ ഇപ്പോഴും ഇലക്ട്രോണിക് റെക്കോർഡ്സും CCTV ഫുട്ടേജും കിട്ടാൻ ഒരു പ്രയാസമില്ല എന്ന് കരുതിയിട്ട് രാജ്യത്തുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പിനും ആർക്ക് വേണേലും പോയിട്ട് ശരിയാണ്. അത് പ്രായോഗികമായി അത് നമ്മുടെ സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്നതിൽ കവിഞ്ഞൊന്നും സംഭവിക്കാനുമില്ല. ശ്രീ നൗഷാദ് അലി, ഇപ്പോൾ ശംഖു പറഞ്ഞു, ശ്രീ ഗോപകുമാർ പറഞ്ഞു, അങ്ങ് കേട്ട് കാണും. അതിൽ പ്രധാനമായിട്ടും ഇത് ഇന്നലെയല്ല, ഇപ്പോൾ നാളെ ഇലക്ഷൻ ആണെങ്കിൽ ഇന്ന് ഇതാ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു, നാളെ എല്ലാവരും പോയി വോട്ട് ചെയ്യുന്നതല്ല. ഇത് കൃത്യമായ ചട്ടക്കൂടിൽ കൃത്യമായ സമയത്തിന് ബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ പാർട്ടികളുടെ മുമ്പിലേക്ക് ഈ ലിസ്റ്റുകൾ വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ലിസ്റ്റ് വരുമ്പോഴേക്കും എത്രത്തോളം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഓരോ പാർട്ടിയും തങ്ങൾ ചേർക്കേണ്ടതും വിട്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ഒരു വിഷയം അതിനുശേഷം ഉന്നയിക്കുന്നു. പിന്നെ അതിങ്ങനെ നിരന്തരമായി തുടർന്നു. വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് നേരത്തെയും പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പട്ടിക വരുമ്പോൾ തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട സമയത്ത് അത് ചെയ്യാതെ പിന്നെ ഈ പറയുന്നത് ഈ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാനുള്ള ഒരു ശ്രമമായിട്ട് പലരും ധരിച്ചു പോയാൽ എങ്ങനെ കുറ്റം പറയും?
ദിവിഷ് മണി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്നു. ശരി, ഞാനത് സമ്മതിക്കുന്നു, ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ച് കാണില്ല എന്ന് കരുതി തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനൊരു ക്രമക്കേട്, ഇങ്ങനൊരു അനിയന്ത്രിതമായ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് പലയിടത്തും നിയമമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ നിയമത്തിന്റെ പ്രശ്നമല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് സമയം തരും ജസ്റ്റ് ആഡ് ചെയ്യുന്നു മാത്രം, സമയം തരും. ഒരു പാർട്ടി ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ വളരെ കൃത്യമായി പ്രവർത്തിച്ച് അവരുടെ വോട്ടർമാരെ ഉറപ്പിച്ച് എവിടെയൊക്കെ അവർക്ക് വോട്ടുണ്ടോ അതൊക്കെ കൃത്യമായി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കാണിക്കുന്ന ഒരു ശ്രദ്ധയുടെ ഫലമായി ഇത്തരം വളർച്ച വന്നാലോ? അങ്ങനെയും അത് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. അത് ആർക്കും ചെയ്യാം, കോൺഗ്രസിന് ചെയ്യാം, CPM-ന് ചെയ്യാം, CPI-ക്ക് ചെയ്യാം, BJP-ക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. അത് അവരുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ഒരു മാനേജ്മെന്റിന്റെ ഒരു മികവായിട്ട് കാണാൻ കഴിയില്ലേ? നിങ്ങൾ ഇനി ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. അങ്ങനെ ഇടപെട്ട് പോകാൻ പറ്റില്ല. എല്ലാവരുടെ കാര്യത്തിൽ അത് ഉണ്ടാവണം. ഇനി ഞാൻ പറയാം. നിങ്ങൾ നോക്കുക, മഹാരാഷ്ട്ര വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനം, വ്യാവസായിക തലസ്ഥാനമുള്ള സംസ്ഥാനം, വലിയ തോതിലുള്ള എല്ലാ വളർച്ചയുമുള്ള ഇന്ത്യയുടെ ഒരു അഭിമാനകരമായ ഒരു സ്റ്റേറ്റ് മഹാരാഷ്ട്ര. അവിടെ 2019 മുതൽ 2024 മെയ് വരെ വർദ്ധിച്ച വോട്ടുകളുടെ എണ്ണം 31 ലക്ഷമാണ്. എന്താ നിങ്ങൾ പറഞ്ഞ കോൺഗ്രസിന് വിട്ടുകൾ ഈ പറഞ്ഞ BJP-യും അവരുടെ സംഘപരിവാര കേഡർ സംഘടനകളൊക്കെ ഉണ്ടായിട്ട് കേന്ദ്ര ഭരണം പിടിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 31 ലക്ഷം വർദ്ധിക്കുമ്പോൾ 5 മാസം കഴിയുമ്പോൾ 41 ലക്ഷം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് BJP-ക്ക് ഓശാന പാടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ നാട്ടിലെ പൊതുജനത്തിന്, ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് സംശയമുണ്ട്. അത് വളരെ കൃത്യമാണ്. രണ്ടാമത്, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തൊരു TN ശേഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു നിഷ്പക്ഷതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അതീശത്വമൊക്കെ ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായിട്ട് 2 പേരെ കൂടി വെച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു TN ശേഷൻ അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്ന ഒരു പ്രതലം ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സമ്മതമാണല്ലോ അത്. ഈ രാജ്യം അപ്പൊ ഇപ്പൊ എവിടെ ചെന്ന് കിടക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇവിടെ പിന്നെ എല്ലാ മുതിർന്ന അധികാരികൾക്കും ഓത്തു ചൊല്ലിക്കൊടുക്കുന്നത് വരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഈ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു സമിതി തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമന തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതിയിൽ നിന്ന് ഈ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്താണ് ഈ സർക്കാർ വളരെ കൃത്യമായിട്ട് ഉന്നമിടുന്നത് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മഹത്തായ പിന്നെ എന്താ പറയുക ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, നിഷ്പക്ഷത ഉയർത്തിപ്പിടിക്കേണ്ടതാണ്, നമുക്ക് എല്ലാ സംശയത്തിന്റെ ആനുകൂല്യവും നൽകി പരിരക്ഷിക്കേണ്ട ഒരു സ്ഥാപനമാണ് എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇത്തരം വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഈ പുതുതായിട്ട് ചേർന്ന 41 ലക്ഷം വോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പട്ടിക റോളെന്ന് തരണമെന്ന് പറയുമ്പോൾ എന്തിനാ ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരില്ല എന്ന നിലപാടെടുക്കുന്നത്? ഇവിടെ CCTV ഫുട്ടേജ് തരേണ്ടി വരും. അത് ഹരിയാനയിലെ ഹൈക്കോടതി വിധിയാവട്ടെ, അതിനൊരു പ്രീസിഡൻസ് ഉണ്ടാവുമല്ലോ ബോംബെ ഹൈക്കോടതിയിലും. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഇവരെന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം 961 ഇവർ മാറ്റി എഴുതുന്നു? ഇതൊക്കെ വളരെ ഗൗരവതരമായിട്ട് ഈ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന സംശയങ്ങളാണ്. ഇനി BJP-യുടെ സ്ട്രൈക്ക് റേറ്റ് നിങ്ങൾ നോക്കുക. ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32% സ്ട്രൈക്ക് റേറ്റ് ഉള്ള BJP ആണ് നിയമസഭ വരുമ്പോൾ 90% വരുന്നത്. അവിടുത്തെ രാഷ്ട്രീയ പരിസരവും പശ്ചാത്തലവും ഒക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നത്. പിന്നെ എന്തുകൊണ്ട് മുൻകൂർ അറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഒരു മറുപടി കൂടി എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞ തട്ടിപ്പും തരികിടകളൊക്കെ വളരെ ഗോപ്യമായിട്ട് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നിക്ഷേപിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ അത്തരത്തിലാണ് സമീപിക്കുന്നത്. എല്ലാം കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന അവസരത്തിൽ മുമ്പ് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പം പറയാൻ പാടില്ല എന്നാരും ശഠിക്കാൻ പാടില്ല. നാളുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ തട്ടിപ്പും തരികിടയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കും വരാൻ കഴിയാത്തൊരു സാഹചര്യമെങ്കിലും ഈ രാജ്യത്ത് സംജാതമാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് ദിവിഷ് മണി മനസ്സിലാക്കണം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനകരമായ നമ്മുടെയൊക്കെ ഒരു അസ്തിത്വമാണ്. ആ മനുഷ്യനാണ് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡസൻ കണക്കിന് സ്റ്റേറ്റ്മെന്റുകൾ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ പറഞ്ഞു എന്ത് നടപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ മേലെ എടുത്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ, ഈ പറഞ്ഞ IT ആവട്ടെ, ED ആവട്ടെ, കോടതികളാവട്ടെ, എല്ലാം BJP വരിയുടച്ച കാളകളെ പോലെ നിർത്തിക്കൊണ്ട് അവരുടെ പിണിയാളുകളും അവരുടെ അടിമവേല ചെയ്യുന്നവരുമാക്കി മാറ്റി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സഹിഷ്ണുതയെയും ബഹുസ്വരതയെയും ഇതിന്റെ വിശാലമായ പൈതൃകത്തെയും പാരമ്പര്യത്തെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ശിലായുഗത്തിലേക്ക് കുഴിയാനെ പോലെ ഇവർ പിന്നോക്കം നടത്തുകയാണ്. ഈ രാജ്യം കേഴുകയാണ് ദിവിഷ് മണി. ഇവിടെ തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമായി നടക്കുമെന്ന് ആർക്കും യാതൊരു പ്രതീക്ഷയില്ല. ഇപ്പോൾ ഇതാ നിങ്ങൾ നോക്കുക, ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും നമ്മളെ കശ്മീരിൽ ആക്രമിച്ചു പോയ കൊടും ഭീകരർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, എന്ത് പിന്നെ കണ്ടെത്തലുകളാണ് ആ വിഷയത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ചെയർപേഴ്സൺ ആകുന്നു, താലിബാന്റെ ഗിവിംഗ് പിന്നെ സ്ക്വാഡിന്റെ ചെയർപേഴ്സൺ ആകുന്നു. അവർക്ക് ബില്യൺ കണക്കിന് ഡോളറുകൾ IMF-ൽ നിന്നും ലോകബാങ്കിൽ നിന്നും അറിയാവുന്നതാണല്ലോ. സറണ്ടർ നരേന്ദർ തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരടക്കം നൽകിയ മറുപടി, സൽമാൻ ഖുർഷിദ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയതന്ത്ര ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങേക്കും അറിയാവുന്നതാണ്. അവിടെ പ്രതിരോധത്തിലായി പോയ രാഹുൽ ഗാന്ധി വീണ്ടും ഒന്ന് കളം മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോപണമായി രംഗത്ത് വന്നാണോ എന്ന് പോലും സംശയിച്ചു പോകാം. രാഹുൽ ഗാന്ധി എവിടെ പ്രതിരോധത്തിലായി എന്നാ നിങ്ങൾ പറഞ്ഞത്? അത് ശശി തരൂരിന്റെ ഉത്തരം കേട്ടവർക്ക് അറിയാമല്ലോ. ശ്രീ നൗഷാദ് അലി, ശശി തരൂരും സൽമാൻ ഖുർഷിദും ഒക്കെ 370 അനുച്ഛേദം റദ്ദാക്കിയതിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞതിനെ കുറിച്ച് കേട്ട ആളുകൾക്ക് അറിയാമല്ലോ രാഹുൽ ഗാന്ധി പ്രതിരോധത്തിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശരി രാഹുൽ ഗാന്ധി എവിടെയും പ്രതിരോധത്തിലാവില്ല. ശരി ശരി ആകട്ടെ, മടിയിൽ കനമില്ല. ശരി, അദ്ദേഹത്തിന് മടിയിൽ കനമില്ല, പ്രതിരോധത്തിലാവണ്ട. ശശി തരൂർ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ശംഖു അതിനോട് പെട്ടെന്ന് കൂട്ടിച്ചേർക്കാൻ എനിക്ക് ധന്യയിലേക്ക് പോകണം. ഏത് രാജ്യമാണ് ഇന്ത്യയോട് നിൽക്കുന്നത്? ശംഖു പറയും. നേപ്പാൾ ആവട്ടെ, ശ്രീലങ്ക ആവട്ടെ, ബംഗ്ലാദേശ് ആകട്ടെ, മാലദ്വീപ് ആകട്ടെ, ഒരു മിനിറ്റ് ശംഖു പറയും. പാകിസ്ഥാൻ പോട്ടെ, രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കില്ല. ശ്രീ നൗഷാദ് അലി ഒരു മിനിറ്റ് ശ്രീ നൗഷാദ് അലി ഒന്ന് നിർത്തൂ പ്ലീസ്. കേട്ടു, ഒന്ന് നിർത്തൂ പ്ലീസ്. ശംഖു ഒരു മിനിറ്റിൽ ഒന്ന് പറയാം, എനിക്ക് ധന്യയിലേക്ക് പോകാം. ശരി. അല്ല, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതിന് മുൻപ് എല്ലാ എല്ലാ പോളിംഗ് ഏജന്റുമാരെയും കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഈ ടേൺ ഔട്ടിന്റെ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോം 17C എന്ന് പറയുന്ന ഒരു ഫോം എല്ലാവരെ കൊണ്ടും ഒപ്പിടിച്ച് മേടിക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയയും സുതാര്യമായി നടന്നു എന്ന് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഫോം 17C ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളവരാണ് കോൺഗ്രസിന്റെ ഈ പറഞ്ഞ 1,00,000 പോളിംഗ് ഏജന്റുമാരും. ഇവരാരും ഒരു പോളിംഗ് ബൂത്തിലും ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ പോളിംഗ് ബൂത്തിലെ അല്ലാത്ത പുറമേക്കാരനായിട്ടുള്ള ഒരു വ്യാജ വോട്ടർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഫോം 17C ഉൾപ്പെടെ പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ വ്യാജ വോട്ടിംഗ് കൊണ്ടുവന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഒന്ന് അദ്ദേഹം വിശദീകരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ശരി ധന്യ, ഇപ്പോ രണ്ടുപേരും പറഞ്ഞ കേട്ടാണ്. ഇപ്പോ ഇത്തരത്തിൽ ഈ ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ധന്യ, ഈ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്ന് ആരോപിക്കുന്നു. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി, അത് BJP അതിനെ എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ അറിയാം. ഇനി വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പാണ്. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പോകും. അതിന് മുന്നോടിയായിട്ടുള്ള പല രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കാണുമെങ്കിലും ധന്യയുടെ ഒരു അനുഭവത്തിൽ ഇത്തരത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പാർട്ടികൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് ഏത് പാർട്ടിക്കും, ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരിക്കുന്ന പാർട്ടിക്ക് അതിൽ പുലർത്തേണ്ട ജാഗ്രത, തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം തന്നെ പാർട്ടികൾ പുലർത്തേണ്ട ഒരു ജാഗ്രതയും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതില്ലാതെ വളരെ സുതാര്യമായ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ അതെങ്ങനെ സാധ്യമാകും ഈ രാഷ്ട്രീയ സ്വാധീനത്തിനപ്പുറത്തേക്ക്? ആദ്യം 2-3 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഈ ഫോം 17C ഇപ്പൊ അഡ്വക്കേറ്റ് ശംഖുദാസ് പറഞ്ഞ ഫോം 17C ഇപ്പൊ വിവാദത്തിലാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരുപാട് പാർട്ടികൾ CPIM, എനിക്കൊന്ന് കോൺഗ്രസ് പോലും പല ബൂത്തുകളിലും അവരുടെ പോളിംഗ് ഏജന്റുകൾക്ക് ഫോം 17C കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണം കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, എനിക്ക് തോന്നുന്നു ഇതൊരു ഓപ്പോസിഷന്റെ ഒരു പരാജയം തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പല കാര്യങ്ങളും ഇലക്ഷൻ എത്രയോ മാസങ്ങൾ മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇലക്ടോറൽ റോൾ ഡിവിഷൻ ആയാലും അല്ലെങ്കിൽ ഡിലീഷൻ ഓഫ് വോട്ടേഴ്സ് അഡിഷൻ ഒക്കെ ആയാലും. പക്ഷെ പലപ്പോഴും ഇവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നില്ല. ബിക്കോസ് ഇവരുടെ കംപ്ലീറ്റ് ഫോക്കസ് ഇലക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെ EVM-ത്തിന്റെ മേൽ പഴി ചേർക്കാമെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പോസിഷന്റെ ഫെയിലിയർ തന്നെയാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, മഹാരാഷ്ട്ര ഇലക്ഷന് മുൻപ് കോൺഗ്രസ് ഇത് പറഞ്ഞിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഉദ്ധവ്
ഉദ്ധവ് താക്കറയുടെ ശിവസേനയും കോൺഗ്രസും ഈ ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് അവർ കൃത്യമായിട്ട് ഈ ആരോപണം മുൻപോട്ട് വെച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈ പ്രൊവിഷണൽ വോട്ടിംഗ്, അതായത് 7-8% ഒരു വൈകുന്നേരം വരുന്ന പ്രൊവിഷണൽ വോട്ടിങ്ങും അടുത്ത ദിവസം വരുന്ന ടോട്ടൽ വോട്ടിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊരു ആരോപണം, അത് ശരിയാണ് എന്ന് എനിക്ക് ഇതുവരെയ്ക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പഴയ ഇലക്ഷൻ റിസൾട്ട്സ് മുതൽ അന്നത്തെ പ്രൊവിഷണൽ വോട്ടിംഗ് എന്തായിരുന്നു, അടുത്ത ദിവസം വരുന്ന വോട്ടിംഗ് പട്ടിക എത്രയാണ്, പല ഇലക്ഷനുകളിലും പണ്ടും 5% മുതൽ 7% വരെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആലിഗേഷൻ ശരിയാണ് എന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ജേർണലിസ്റ്റിക്കലി ഉറപ്പില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കർണാടക ഇലക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ശംഖുദാസ് പറഞ്ഞു അവിടെ കോൺഗ്രസ് ആണല്ലോ ജയിച്ചത്. അത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കർണാടക ഇലക്ഷന് 1 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അതായത് ആ ഇലക്ഷന്റെ മുന്നോടിയായി നടന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ അസേർട്ട് ചെയ്ത് പറയരുത് ഇലക്ഷൻ എല്ലാം കൃത്യമായി നടക്കുകയാണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ എല്ലാ റൂൾസ് പ്രകാരമാണ് ഇലക്ഷൻ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു SOP ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. 6 മാസം മുൻപ്, ഒരു അസംബ്ലി പോളിന് 6 മാസം മുൻപ് വരയ്ക്ക് മാത്രമേ വോട്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഒരു SOP ഉണ്ടായിട്ട് പോലും പല അസംബ്ലി ഇലക്ഷൻസിലും നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത് 1 മാസം മുമ്പ് വരയ്ക്കും ഇലക്ടോറൽ റോളിൽ നിന്ന് ആൾക്കാരെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഇതെല്ലാം തന്നെ കോൾ ഔട്ട് ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു മറുപടിയേ ഇല്ല. ഒരു വലിയ ഒരു ഇലക്ഷൻ ഒരു സ്കാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇലക്ടോറൽ റോൾസിനെയൊക്കെ മാറ്റുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള പ്രൂഫ് നമുക്കില്ല. പക്ഷെ ഇത്രയും കാലമായി ചെയ്ത ജേർണലിസ്റ്റിക് എക്സസൈസ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാവുന്ന കാര്യം, പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉടനെ പറഞ്ഞു തീർക്കാം. മീററ്റ് എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സുമേധ മിത്തൽ എന്നൊരു ജേർണലിസ്റ്റ് പോയപ്പോൾ അവിടെ ഞാൻ അത് വായിച്ച്, അതായത് മീററ്റ് എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഓൾമോസ്റ്റ് 61,000 വോട്ടേഴ്സ് ഡിലീറ്റ് ചെയ്യും, 1,00,000 വോട്ടേഴ്സ് ആഡ് ചെയ്യും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതിൽ ആ റിപ്പോർട്ടർ 3 ബൂത്തുകളിൽ പോയപ്പോൾ 30% വോട്ടേഴ്സാണ് ആ 3 ബൂത്തുകളിൽ മാത്രം ഫേക്ക് ആയിരുന്നത്. അത് BJP എത്രയോ വർഷങ്ങളായി വിൻ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 1,00,000 വോട്ടേഴ്സ് ആഡ് ചെയ്തതിൽ ചില സ്ഥലങ്ങളിൽ ആ റിപ്പോർട്ടർ പോകുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല, ഒരു കോളനിയുടെ പേരുണ്ടാകും, ആ കോളനിയേ ഇല്ല, അല്ലെങ്കിൽ ജുഗ്ഗി എന്നായിരിക്കും. ഇവിടെ പലരും പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന്. ഇല്ലായിരിക്കാം. പക്ഷെ ഉത്തർപ്രദേശ്, ബീഹാർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനൊരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ കൃത്യമായിട്ടും ഓപ്പോസിഷൻ ഒട്ടും ശരിയാണ്. അത് എവിടെ ആര് ഭരിക്കുന്നോ ആര് പ്രതിപക്ഷത്തിരിക്കുന്നോ എന്ന് നോക്കാതെ അത്തരം കാര്യത്തിൽ കൃത്യത വരുത്താൻ, അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത, ജാഗ്രത അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകേണ്ടതാണ്. ഞാൻ ശ്രീ ഗോപകുമാറിലേക്ക് കൂടി വരാം. ഒരു ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് ചർച്ച അവസാന മിനിറ്റുകളിലേക്കാണ്, 2 മിനിറ്റ് മാത്രമാണ് നമുക്ക് വിശേഷിക്കാൻ. ശ്രീ ഗോപകുമാറിലേക്ക്. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ധന്യ സൂചിപ്പിച്ച പോലെ മുഴുവനായിട്ട് ഈ സംവിധാനം മോശമാണെന്നോ അല്ലെങ്കിൽ അത് വലിയ പാകപ്പിഴകളുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില ഇപ്പോൾ മീററ്റിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പലയിടത്തുണ്ടോ. പക്ഷേ അതിനൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത് ഭരണപക്ഷം എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നോ അതിലെ പ്രശ്നങ്ങളെ ഒപ്പോസിഷൻ കൃത്യമായ ഇടപെടലുകളിലൂടെ അത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അത് എത്രത്തോളം സാധ്യമാകും? കേരളത്തിലൊക്കെ കുറച്ചുകൂടി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന കാര്യവും. തീർച്ചയായിട്ടും ധന്യ വീരേന്ദ്രൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുകയാണ്. കാരണം വളരെ സൂക്ഷ്മതലത്തിൽ പ്രശ്നങ്ങളുള്ള മേഖലകളുണ്ടാകും. ഇതൊരു വലിയ രാജ്യമാണ്. ഇത്രയും വലിയൊരു ജനസഞ്ചയം ആ ഇലക്ട്രേറ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേന്ദ്രീകൃതമാണ്, വികേന്ദ്രീകൃതമാണ്. വികേന്ദ്രീകൃതമാണെന്ന് പറയാൻ കാരണം അവിടെ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽസ് അല്ല, സംസ്ഥാന ഗവൺമെൻറ്റിലെ ആൾക്കാരെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത്ര ആയിരക്കണക്കിന് ജീവനക്കാർ ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ തോതിലൊക്കെ ഉള്ള കള്ളത്തരങ്ങൾ അതിനകത്ത് കാണും. അത് പറഞ്ഞതിനകത്ത് സത്യമുണ്ട്, വസ്തുതയുണ്ട്. പക്ഷേ അതൊരു ലാർജ് സ്കെയിലിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് താരതമ്യേന ഇൻറ്റഗ്രിറ്റി ഉണ്ട്, പക്ഷേ കോഴ്സ് കറക്ഷൻ ആവശ്യമാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം ഒരുപോലെ ജാഗ്രതയായിരുന്നാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാസീവായിട്ട് ഡിലക്ഷൻ നടക്കാം, ഇല്ലെങ്കിൽ മാസീവായിട്ട് അഡിഷൻ ചേർക്കാം. പക്ഷേ ഒരു കാര്യം വസ്തുവാണ്, ഇലക്ഷണൽ റോൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രൊസീജിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ലാണ്. അതിനെ വെബ്സൈറ്റിൽ ഇടുന്നത് വഴി അതിനൊരു പബ്ലിസിറ്റി വന്നു കഴിഞ്ഞു, അതിനൊരു ട്രാൻസ്പെറൻസി വന്നു കഴിഞ്ഞു. പക്ഷേ അത് ശ്രദ്ധിച്ച് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ചെറിയ തലത്തിലെങ്കിലും കള്ളത്തരങ്ങളും സൂക്ഷ്മതലത്തിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കും. ആ നിലയ്ക്ക് അത് കവർ ചെയ്യേണ്ടതിൽ ഉത്തരവാദിത്വം പൊതുമണ്ഡലത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് ഒരു മെക്കനൈസേഷനായിട്ട് ആൾ ഓവർ ഒരു സ്റ്റേറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും
അങ്ങനെ നമുക്ക് വിശ്വസിക്കാനും പറ്റും. ശരിയാണ്. അപ്പോൾ ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ അത് ഒരു സംവിധാനത്തിന് മുഴുവൻ വിശ്വാസ്യതയെ ഒറ്റയടിക്ക് തകർത്ത് കളയാനുള്ള ഒരു ശ്രമം എന്ന കണക്ക് ആർക്കും തോന്നാതിരിക്കുക എന്നത് പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കുറച്ചുകൂടി വ്യക്തത വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകാൻ കഴിയട്ടെ. ഒപ്പം നമ്മുടെ രാജ്യം ഇത്രയും വലിയ രാജ്യം, ഇങ്ങനെ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നു, അത് പരമാവധി അതിൻ്റെ മികവിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിക്കാൻ അത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ കൂടി കൃത്യമായ ജാഗ്രത, അതിൽ പൊതുജനങ്ങളുടെ കൂടി ജാഗ്രതയാണ് വേണ്ടത്. അങ്ങനെ കൂടുതൽ സംക്ഷിപ്തമാക്കി കൂടുതൽ സുതാര്യതയോടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകട്ടെ. അവിടെ എപ്പോഴും ജയിക്കുന്നത് ജനങ്ങളാകട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.